ബാഡ്മിന്റൺ പ്ലേയേഴ്സ് മസ്റ്റായും അറിഞ്ഞിരിക്കേണ്ടതാണ് ബാഡ്മിന്റണിലെ സർവീസ് ഫോൾട്ടുകൾ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പോയിന്റ് നിസ്സാരമായി നഷ്ടമാകും. അതിനാൽ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ പ്രധാനമായും ബാഡ്മിന്റൺ കളിക്കുമ്പോൾ ഒഴിവാക്കേണ്ട സർവീസ് ഫോൾട്ടുകളാണ്. ഉദാഹരണത്തിന് ഫുട് ഫോൾട്ട്, റാക്കറ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് എന്നിവയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അനാവശ്യമായി നഷ്ടപ്പെടുന്ന പോയിന്റുകൾ ഒഴിവാക്കുവാനും മാക്സിമം പോയിന്റുകൾ നേടുവാനും അതോടൊപ്പം നിങ്ങളുടെ ഗെയിം ജയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. സർവീസ് ഫോൾട്ടിലെ ഫസ്റ്റ് ഫോൾട്ട് എന്ന് പറയുന്നത് സർവറിന്റെ ഫുട് ഡ്രാഗിങ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹൈ സർവീസ് ചെയ്യുമ്പോൾ എപ്പോഴും സർവറിന്റെ റാക്കറ്റ് ലെഗ് ആണ് ഈ ഡ്രാഗിങ്ങിൽ ഉൾപ്പെടുന്നത്. നമുക്കിപ്പോൾ നോക്കാം, ഹൈ സർവീസ് ചെയ്യുമ്പോൾ ബോഡി വെയിറ്റ് സാധാരണ നമ്മൾക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബോഡി വെയിറ്റ് ഷിഫ്റ്റ് ചെയ്ത് റാക്കറ്റ് ഷട്ടിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കാലിങ്ങനെ ഫ്രണ്ടിലേക്ക് വലിക്കും. സോ ഇതിനാണ് ഡ്രാഗിങ് എന്ന് പറയുന്നത്. ഹൈ സർവീസ് ചെയ്യുമ്പോൾ അപ്പർ ബോഡി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഫ് ബാലൻസ് ആയി നമ്മൾ കാല് വലിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്താണ് പലപ്പോഴും ഇതിങ്ങനെ സംഭവിക്കുന്നത്, ഡ്രാഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്പർ ബോഡി വെയിറ്റ് ട്രാൻസ്ഫറിങ് ടൈമിൽ അപ്പർ ബോഡി സ്റ്റഡി ആയിട്ട് വെച്ച് നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഡ്രാഗിങ് സംഭവിക്കുന്നതിനുള്ള മറ്റൊരു കാരണം നമ്മുടെ സ്റ്റാൻസിൽ വരുന്നൊരു പിഴകാണ്. നമ്മുടെ രണ്ട് കാലുകൾ തമ്മിലുള്ള അകലം നമ്മുടെ ഷോൾഡർ വിഡ്ത്ത് അപ്പാർട്ട് ആയിരിക്കണമെന്നാണ് സാധാരണയായി പറയുന്നത്. ഇതല്പം കൂടിപ്പോയാൽ ബോഡി വെയിറ്റ് നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വരുമ്പോഴും വലിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ കംഫർട്ടബിൾ സ്റ്റാൻസ് ആണ്. ഒരുപാട് ഓവറായിട്ട് വൈഡായിട്ട് വെക്കാതിരിക്കുക, ഒരുപാട് നാരോ ആയിട്ടും വെക്കാതിരിക്കുക. കംഫർട്ടബിൾ സ്റ്റാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ വിഡ്ത്ത് അപ്പാർട്ടായിരിക്കും നമ്മുടെ കാലുകൾ തമ്മിലുള്ള അകലം. അത് കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഡ്രാഗിങ് സംഭവിക്കാനുള്ള മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ സർവറുടെ ഹാൻഡിന്റെ ഓവർ സ്വിംഗ് ആണ്. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ബോഡി വെയിറ്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം റാക്കറ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്ക് വരുന്നു. ഈ വരുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ഒരുപാട് ഓവർ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓവറായിട്ട് നമ്മൾ ഷട്ടിൽ ഫ്രണ്ടിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ ഓവർ സ്ട്രെച്ച് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫ് ബാലൻസ് ആകും. അപ്പോഴും കാല് വലിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഷട്ടിൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഡ്രോപ്പ് ചെയ്യുക, അപ്പോൾ ബോഡി സ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പോയിന്റ് ഓഫ് കോൺടാക്ട് കറക്റ്റ് ചെയ്ത് റാക്കറ്റ് ഹാൻഡ് മാക്സിമം ഉപയോഗിക്കുക, അതിൽ റിസ്റ്റ് അൺകോക്ക് ചെയ്യുക. സോ നമുക്ക് ഈസി ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ സർവീസ് ഫോൾട്ട്, ഈ ഡ്രാഗിങ് എന്നുള്ളത് നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും. ഫുട് ഫോൾട്ടിൽ അടുത്തതായി നമ്മൾ പറയുന്നത് ലെഗ് ലിഫ്റ്റ് ആണ്. ഈ ഒരു ലെഗ് ലിഫ്റ്റ് സംഭവിക്കുന്നത് സാധാരണയും ബിഗിനർ ബേസിക് കുട്ടികളിലാണ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കുട്ടികളിലാണ്. അത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഈ ഷട്ടിൽ സെന്ററിൽ നിന്ന് ഒപ്പോണന്റ് കോർട്ടിന്റെ ബേസിൽ എത്തിക്കാൻ വേണ്ടി സ്ട്രെങ്ത് അത്യാവശ്യമായിട്ട് വരും. ആ സമയത്ത് അവരിങ്ങനെ ഷട്ടിൽ ഇട്ടതിന് ശേഷം പവർ ജനറേഷന് വേണ്ടി കാലിങ്ങനെ ലിഫ്റ്റ് ചെയ്യും. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അമ്പയർ ഫോൾട്ട് വിളിക്കുന്നത്. ബാഡ്മിന്റൺ സർവീസ് ഫോൾട്ടിലെ മൂന്നാമത്തെ ഫോൾട്ട് എന്ന് പറയുന്നത് ലൈൻ ടച്ച് ആണ്. ലൈൻ ടച്ച് സാധാരണയായി സംഭവിക്കുന്നത് നമ്മൾ അറിയാതെ സർവ് ചെയ്യുന്ന സമയത്ത് കാല് ലൈനിൽ ടച്ച് ചെയ്ത് ചെയ്യുന്നതിനാണ് ലൈൻ ടച്ച് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ബാഡ്മിന്റൺ കളിക്കുമ്പോഴുള്ള മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ സിറ്റുവേഷനിൽ അറിയാതെയാണ് സാധാരണയായി സംഭവിക്കാറുള്ളത്. സർവീസ് ഫോൾട്ടിലെ ഫുട് ഫോൾട്ട് കഴിഞ്ഞാലുള്ള അടുത്ത ഫോൾട്ട് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ്. പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോൾട്ടുകളാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. പോയിന്റ് ഓഫ് കോൺടാക്റ്റിലെ ഫസ്റ്റ് ഫോൾട്ട് എന്ന് പറയുന്നത് പുതിയ നിയമപ്രകാരം 1.15 മീറ്ററിന്റെ എബോവ് ഷട്ടിൽ റാക്കറ്റ് കോൺടാക്റ്റിനാണ് ഹൈ കോൺടാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എബോവ് ദ വേസ്റ്റ് എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് കോൺടാക്ട് എബോവ് ദ വേസ്റ്റ് അല്ലെങ്കിൽ 1.15 മുകളിൽ അല്ലെങ്കിൽ ആ സർവീസ് നമ്മൾ ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷോർട്ട് സർവീസ് ചെയ്യുന്നത് പോലെ നമ്മൾ നിന്നിട്ട് നമ്മൾ ഫ്ലിക്ക് സർവീസ് ചെയ്യും. ഫ്ലിക്ക് സർവീസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം ഒപ്പോണന്റിനെ ഔട്ട് ഓഫ് പൊസിഷൻ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പോയിന്റ് ഓഫ് കോൺടാക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. താഴെയാണെങ്കിൽ ഷട്ടിൽ താഴെ നിന്ന് മുകളിലേക്ക് മാത്രമേ പോകൂ. അതാണ് ലീഗൽ സർവീസ് എന്ന് പറയുന്നത്. ഡൗൺവേർഡ് ടു അപ്വേർഡ് ആണ് നമ്മുടെ ലീഗൽ സർവീസിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ പാത്ത് ഓഫ് ദ ഷട്ടിൽ എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലിക്ക് സർവീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് കോൺടാക്ട് എബോവ് 1.15 ആകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വാൻറ്റേജിന് വേണ്ടിയാണ്. ഷട്ടില് കുറച്ചും കൂടെ പൊക്കത്തുനിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഒപ്പോണന്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഷട്ടിൽ കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ട് പോകും. അത് നമുക്ക് അവരെ ആ സ്പീഡ് അല്ലെങ്കിൽ അവന്റെ ഹൈറ്റ് കൊണ്ട് അവരെ ഡിസീവ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ പോയിന്റ് ഓഫ് കോൺടാക്ട് മുകളിലോട്ട് പോകാനുള്ള കാരണം. അപ്പം സർവീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1.15 താഴെ കോൺടാക്ട് ചെയ്ത് ഹൈ ഡൗൺവേർഡ് ടു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് റാക്കറ്റിന്റെ ടോപ്പ് എഡ്ജ്
ഹാൻഡ് ഹോൾഡിങ്ങിന് പാരലായിട്ട് വരുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുമ്പോഴാണ് അമ്പയർ ഫോൾട്ട് വിളിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഷാഫ്റ്റ് ഗ്രൗണ്ടിന് പാരലായിട്ട് വന്നു കഴിഞ്ഞാലും ഫോൾട്ട് വിളിക്കും. ഒബ്വിയസ്ലി അപ്പോൾ നമ്മുടെ റാക്കിന്റെ ടോപ്പ് എഡ്ജ് മുകളിലാണ്. ഫോൾട്ട്. ഐഡിയലി നമുക്ക് റാക്കറ്റിന്റെ ഷാഫ്റ്റ് ഗ്രൗണ്ടിലേക്ക് പോയിന്റ് ചെയ്യണം, അല്ലെങ്കിൽ റാക്കറ്റിന്റെ ടോ ഓഫ് ദ റാക്കറ്റ് ഗ്രൗണ്ടിലേക്ക് പോയിന്റ് ചെയ്ത് വേണം സർവീസ് ചെയ്യാൻ. പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോൾട്ടിലെ മൂന്നാമത്തെ ഫോൾട്ട് എന്ന് പറയുന്നത് ഡബിൾ മൂവ്മെന്റ് ആണ്. നമ്മളുടെ ലീഗൽ സർവീസ് എന്ന് പറയുന്നത് റാക്കറ്റ് ഫോർവേഡ് സ്വിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വന്ന് നിന്ന് പിന്നെ സർവീസ് ചെയ്യുമ്പോൾ ഡബിൾ മൂവ്മെന്റ് ആയി. സോ അവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്പയർ ഫോൾട്ട് വിളിക്കും, നമുക്ക് പോയിന്റ് നഷ്ടമാവുകയും ചെയ്യും. ഫോൾട്ട്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഗൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് സ്വിംഗ് സ്റ്റാർട്ട് ചെയ്ത് സിംഗിൾ മൂവ്മെന്റ് ആണ്. യു ഹാവ് ടു കണ്ടിന്യൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാഡ്മിന്റണിലെ പ്രധാനപ്പെട്ട 6 സർവീസ് ഫോൾട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇൻഫർമേഷൻ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ സർവീസിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ബാഡ്മിന്റൺ ടെക്നിക്കുകളെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.